ഹായ് ഓൾ. നമ്മളിന്ന് വന്നിരിക്കുന്നത് മെക്കാനിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്ലോമ ITI ലെവലിലുള്ള 2 എക്സാമുകളാണ് നമുക്ക് ഉടനടി വരാൻ പോകുന്നത്. അതായത് ജൂലൈ മാസത്തിലായിരിക്കും എക്സാമിനേഷൻ. അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് PSC ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ 2 പോസ്റ്റിലേക്കും ബിടെക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ITI യോഗ്യതയുള്ള തസ്തികയിലേക്ക് ഡിപ്ലോമക്കാർക്കും അതുപോലെ തന്നെ ബിടെക്കാരും നിരവധി പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മൾ നൽകാൻ പോകുന്നത്. ആദ്യമായിട്ട് കാറ്റഗറി നമ്പർ 539/2025 എന്ന നമ്പറിൽ വന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന പോസ്റ്റാണ്. ഇതിലേക്ക് കേരള പോർട്ട് സർവീസസ് എന്ന് പറയുന്ന മേഖലയിലേക്കാണ് നിയമനം വരുന്നത്. ഇതിലേക്ക് ടോട്ടൽ ആപ്ലിക്കൻസ് ആയിട്ട് വന്നിരിക്കുന്നത് 9822 പേരാണ്. ഇതിൽ എക്സാം ഡേറ്റ് ഓൾറെഡി PSC തന്നിട്ടുണ്ട്. 15/7/2026 ഈ ഒരു എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് മെക്കാനിക്കൽ മേഖലയിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെന്നുണ്ടെങ്കിൽ ബിടെക് യോഗ്യത ഉണ്ടായിരിക്കണം. ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതായിരുന്നു. ഇനി അടുത്ത തസ്തിക എന്ന് പറയുന്നത് 549/2025 എന്ന നമ്പറിൽ വന്ന ഓവർസിയർ ഗ്രേഡ് 2 ആണ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. ഇവിടെ മൊത്തം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 8113 ആണ്. എക്സാം ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് 30/7/2026 ആണ്. ഇതിന്റെ അടിസ്ഥാന യോഗ്യത ITI ആണ്. എന്നാൽ ഡിപ്ലോമ ബിടെക്കുകാർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് നിലവിലെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷന്റെ ഒരു സ്റ്റാറ്റസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇനിയും പഠിക്കുക എന്നുള്ളതാണ്. ഒരു ജനറൽ PSC എക്സാമിനേഷനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് എന്നുള്ളത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കൃത്യമായിട്ട് തയ്യാറെടുത്താൽ നമുക്ക് ജോലി നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ പ്രധാനപ്പെട്ട ടാർഗറ്റായിട്ട് മുമ്പിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനേഷൻ, അതായത് കേരള പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനേഷന് തയ്യാറെടുക്കണം. അതിന്റെ സിലബസ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ള ഏതാണ്ട് 75 ദിവസമാണ്. അപ്പോൾ ഇനി 75 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ ഒക്കുമോ എന്നൊരു വലിയ സംശയമുണ്ട്. കൃത്യമായിട്ട് തയ്യാറെടുത്താൽ നമുക്ക് പഠിക്കാൻ ഒക്കും. കാരണം നിങ്ങളാരും ഒന്നും അറിയാത്തവരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു കോർഡിനേറ്റ് ചെയ്ത് സമയത്തെ മാനേജ് ചെയ്ത് സിലബസിനെ കൃത്യമായിട്ട് വെയിറ്റേജ് കൊടുത്ത് റിവിഷൻ കൊടുത്ത് പോവുകയാണെങ്കിൽ ഏതൊരു പരീക്ഷയും ക്രാക്ക് ചെയ്യുന്ന പോലെ ഈ പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മളൊരു സൗജന്യ വെബിനാർ നിങ്ങൾക്ക് നൽകുകയാണ്. ഈ വെബിനാർ നിങ്ങളുടെ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഇനിയുള്ള ദിവസങ്ങളെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനും ഒപ്റ്റിമം റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ച് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുമെന്ന് കൃത്യമായി ഗൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ വെബിനാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വെബിനാർ വരുന്നത് 26 ഏപ്രിൽ ആണ്. വൈകുന്നേരം 7 മണിക്കാണ് നമ്മൾ വെബിനാർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുക തന്നെ വേണം. വെബിനാർ നേരിട്ട് പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അധ്യാപകരോട് സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. അദ്ദേഹം പറയുന്ന മറുപടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റും. അങ്ങനെ നിരന്തരമുള്ള ഒരു കോൺവെർസേഷനിലൂടെ നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും തീർക്കുന്നതിനും ഒപ്പം തന്നെ കൃത്യമായിട്ടൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനുമായിട്ട് മുമ്പോട്ട് പോകുന്നതിനും കഴിയും. അപ്പോൾ മറക്കണ്ട, ഈ ഒരു വെബിനാർ, അതായത് കേരള പോർട്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനേഷനുള്ള വെബിനാർ നമ്മൾ വരുന്നത് 26 ഏപ്രിൽ വൈകുന്നേരം 7 മണിക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വെബിനാർ പങ്കെടുക്കുക. ഈ വെബിനാറിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഈ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും, അതിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു വെബിനാറിന്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് മറ്റൊരു വെബിനാർ കൂടി നമ്മൾ നൽകുന്നുണ്ട്. അതായത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന എക്സാമിനേഷൻ, അതായത് ITI ലെവലിൽ വരുന്ന എക്സാമിനേഷൻ ആണ്. രണ്ട് തരത്തിലായതുകൊണ്ട് രണ്ട് രീതിയിലുള്ള പഠനം തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഇപ്പൊ ഡിപ്ലോമ ബിടെക് പോലുള്ള മേഖലയുള്ളവർക്കും അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉൾപ്പെടെ ഈ ഒരു വെബിനാർ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ അവരെല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഈ ഒരു വെബിനാറിൽ നമ്മൾ പ്രധാനമായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളതാണ്ട് 90ഓളം ദിവസങ്ങളാണ്. ഈ 90ഓളം ദിവസങ്ങൾ അത്യാവശ്യം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല ഒരു റാങ്കിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ടായിരിക്കും. എന്നാൽ പോലും ഒരു പരീക്ഷാ ഹാളിൽ അത് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ പഠനത്തെ സ്ട്രാറ്റജിക് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഒരു വെബിനാർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. 90 ദിവസം കൊണ്ട് എങ്ങനെ ഈ സിലബസ് മുഴുവൻ തീർക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക്. അതിൽ 27 ഏപ്രിൽ വൈകുന്നേരം 6:30 നമ്മൾ ഈ ഒരു വെബിനാർ നിങ്ങൾക്കായിട്ട് നൽകുന്നത്. അപ്പോൾ ഈ ഒരു വെബിനാർ നിങ്ങൾ നേരിട്ട് പങ്കെടുത്ത നേരിട്ട് സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. അദ്ദേഹം നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്ത് തരും. അങ്ങനെ നമ്മുടെ പഠനത്തിന് കൃത്യമായ റോഡ് മാപ്പ് ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ കഴിയും. ഇതിനോടകം തന്നെ മികച്ച റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികളുടെ കൂട്ട് നിങ്ങൾക്കും മികച്ച റാങ്കിൽ ഒരു പൊസിഷനിൽ എത്താൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാതെ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിട്ടും കാര്യമില്ല. നമുക്ക് ഒരിടത്തും എത്താൻ ഒക്കത്തില്ല. അപ്പോൾ മറക്കണ്ട, നമ്മുടെ വെബിനാർ ഒരു കാരണവശാലും ഒഴിവാക്കാതെ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇനി പറയാനുള്ളത് ഡിപ്ലോമ തലത്തിൽ നടക്കുന്ന മെക്കാനിക്കൽ
മെക്കാനിക്കൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലേണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സുകളും അവൈലബിൾ ആണ്. എക്സാം ഡേറ്റ് ബേസ് ആയിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. മുൻവർഷ ചോദ്യപേപ്പറുകളും റിവിഷനുകൾക്കും ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കും നല്ല ഉയർന്ന റാങ്കിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ മറക്കണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അത് നിങ്ങളുടെ റാങ്കിനെ വളരെ രീതിയിൽ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും മറ്റു വിശദവിവരങ്ങൾക്കുമായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.